വെൽക്കം ടു സീ വിത്ത് എലിസ. ഇന്ന് നമ്മളുള്ളത് മലയൻകീഴാണ്. കനകലത ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കനകലത ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചേച്ചി ഈ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ വീടാണ്, കനകലത ചേച്ചിയുടെ വീടാണ്. ഇവിടെ സഹോദരിയുടെയും മക്കളുടെയും കൂടെയാണ് കനകലത ചേച്ചി ഉണ്ടായിരുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, കനകലത ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഒരു ഇന്റർവ്യൂ എടുക്കാറുന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ തന്നെ ആഗ്രഹിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിക്ക് സുഖമില്ല എന്നൊക്കെ എല്ലാവരും പുറത്തറിയുന്നതിന് മുന്നേ ഒരു ദിവസം ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോഴാണ് നമ്മൾ കനകലത ചേച്ചിയെ കണ്ട് ഞെട്ടിപ്പോയി ഞങ്ങൾ. പിന്നെ അന്നേരം വിജയിച്ച് പറഞ്ഞു ഈ ഒരു അവസ്ഥയിലല്ലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇവരൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ ഒരു അസുഖമാണ് അല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പുറത്ത് പറയണം എന്നേരം. അതൊരു സങ്കടമായിരുന്നു അല്ലേ അങ്ങനെ പറയുന്നതിനെ കുറിച്ച്. അതങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ കനകലത ചേച്ചിയുടെ കൂടെ ഇരുന്നിട്ട് തിരിച്ചു പോവാനുണ്ടായിരുന്നു, ഒരു ഫോട്ടോ പോലും എടുക്കാതെ. പിന്നീടാണ് അറിഞ്ഞത്, എല്ലാവരും പുറത്തറിഞ്ഞതൊക്കെ പിന്നീടാണ്, കുറേ മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പം ശരിക്കും അതിന് മരിച്ചതിന് ശേഷമൊക്കെ എന്തുകൊണ്ടാണ് മരിച്ചത്, എങ്ങനെയാ മരിച്ചത്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വന്നു അല്ലേ? നിങ്ങളും എല്ലാം കണ്ടു കാണുമല്ലോ, എല്ലാം കണ്ടു കാണും. ശരിക്കും എങ്ങനെയായിരുന്നു ചേച്ചിക്ക് ഫസ്റ്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു ചേച്ചിയുടെ ആ ഒരു സിറ്റുവേഷൻ എന്നൊന്ന് പറയൂ. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അപ്പച്ചിക്ക് അപ്പച്ചിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എന്താ പറയുക, കൊറോണ കഴിഞ്ഞ 2020 ആ സമയത്ത് 22 ടൈമിൽ അപ്പച്ചിക്ക് സ്വഭാവ വൈകല്യം, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം ഒരു നൈറ്റ് കഴുകിയിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് ഉണങ്ങാനുള്ള ടൈം കൊടുക്കാതെ അതിനടുത്തുള്ള അലമാരയിൽ ക്ഷമയില്ലായ്മ. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ദേഷ്യം. പിന്നെ ഇപ്പൊ TV കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ചാനല് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ ഇത് മാറ്റാൻ സമ്മതിക്കൂല. ഒരു ആവശ്യമില്ലാത്തൊരു ചാനലായിരിക്കാം, അല്ലെ ഇപ്പൊ ആവശ്യമുള്ള ചാനലായിരിക്കും. എന്താണെങ്കിലും ശരി, അപ്പച്ചി കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ വേറൊരാൾ മാറ്റുന്നത് അപ്പച്ചിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് മറന്നിട്ട് ആ ആർട്ടിസ്റ്റുകളെ തന്നെ കുറ്റം പറയും. അഭിനയം ശരിയല്ല, അവള് ശരി, അങ്ങനെ ആ ഒരു രീതി അല്ലായിരുന്നു. അപ്പൊ ഒരാളെ പറ്റി ഒരു അനാവശ്യവും അല്ലെങ്കിൽ ഒരാളെ കുറിച്ചൊരു ഒരു ബാഡ് വേർഡ് പോലും ഉപയോഗിക്കത്തില്ല. അതായത് ഒരാളെ കുറിച്ചും ദുഷിക്കലോ അങ്ങനൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു അമ്മയുടെ മീറ്റിങ്ങിന് ഈ സമയത്ത് അമ്മയുടെ മീറ്റിങ്ങിന് ഒരു ജൂൺ മാസത്തിലാണല്ലോ അമ്മയുടെ മീറ്റിംഗ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ കാലടി ഓമന ചേച്ചിയും അപ്പച്ചിയൊക്കെ ഞാനാണ് എന്റെ വണ്ടിയിലാണ് കൊണ്ടുവന്ന് ആക്കുന്നത്. അപ്പൊ ഈ തിരിച്ചു കൊണ്ടുവന്ന വഴിക്ക് വിജയത്തിനെ വിളിച്ചിട്ട് കാലടി ഓമന ചേച്ചി പറഞ്ഞു, വിജയം നീ ഒന്ന് ശ്രദ്ധിക്കണം, ലത അന്ന് അമ്മയുടെ മീറ്റിങ്ങിന് വന്നിട്ട് ആരെയും ശ്രദ്ധിച്ചൊന്നുമില്ല, അമ്മ അവിടെ ഒന്നും ഇരുന്നില്ല, അവള് വന്നുടനെ ഫുഡ് പോലും കഴിക്കാതെ നേരെ വണ്ടിയിലാണ് കയറിയിരുന്നത്. അപ്പൊ ഒരു അറ്റൻഡ് ചെയ്തില്ല, ആരെയും. അപ്പം നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം, ന്യൂറോ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പച്ചിയുടെ മാറ്റങ്ങൾ. അപ്പൊ എന്റെ മോള് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കാണിച്ചാലേ ഞാൻ തന്നെ ഇപ്പൊ വിജയൻ തന്നെ എന്തെങ്കിലും കാണിച്ചാലോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഭയങ്കരമായിട്ട്, അതായത് ഒരു വൈബ്രേഷൻ പോലെയാണ് ഇങ്ങനെ ശരീരമൊക്കെ വിറച്ചിട്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന് അങ്ങനെ നമുക്കൊരു മാറ്റങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങി. ഓമന ചേച്ചിയോടെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. എന്താണ് സംഭവം നമ്മൾ ശ്രദ്ധിക്കാൻ വൈകല്യങ്ങൾ വന്നു. നമ്മൾ വിചാരിച്ചത് ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട് അടച്ചു പൂട്ടി പുറത്തോട്ട് പോകാതിരുന്ന ഉള്ള ഡിപ്രഷൻ ആയിരിക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞ് രാവിലെ ആകുമ്പോൾ ഉറക്കം തൂങ്ങി ഇരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്തേയോ നിനക്ക് ഉറക്കം ഇല്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് രാത്രി ആകുമ്പോൾ ഉറക്കം വളരെ കുറവ്, 2 മണി 3 മണി ആകുമ്പോഴേ ഉറക്കം വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ്, നീ വേറെ എന്തെങ്കിലും ചിന്തിച്ചോണ്ട് കിടക്കും? ഇല്ല, എന്നും ചിന്തിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞു. അപ്പം അതിന് അവള് തയ്യാറല്ലായിരുന്നു. പിന്നെ ഞങ്ങള് കായംകുളത്ത് ഒരു ചേച്ചി താമസമുണ്ട്. ആ ചേച്ചിയുടെ വയ്യാണ്ടായ ആ ചേച്ചിക്ക് സുഖമില്ലായിരുന്നു. അതായത് പിന്നെ അപ്പച്ചിയുടെ ഇവരുടെ രണ്ടുപേരുടെ മൂത്ത്. അപ്പൊ മരണം ഇപ്പൊ ഇതുപോലെ രാവിലെ ഒരു വെളുപ്പിനാണ് കോള് വരുന്നത്, ഇങ്ങനെ അപ്പച്ചി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ്.
അപ്പം ഞങ്ങൾ രാവിലെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം നേരം. അപ്പോൾ കനകത്തിന് മരണം അതൊന്നും ഫീലിങ്സ് ഫീലിങ്സ് ഇല്ല. അല്ല അത് വേറെ വേറെ അപ്പച്ചി മരിച്ചു. അതായത് ഇവരുടെ ചേച്ചി. ഓ, ഇവര് 4 പെണ്ണുങ്ങളാണ്. നമുക്കതൊന്ന് ആദ്യമേ നമ്മളൊന്ന് കൂടുതൽ പോകുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. അപ്പം വിജയം എന്ന് പറയുന്നത് കനകലത ചേച്ചിയുടെ ചേച്ചിയാണ്. എനിക്ക് മൂത്ത രാജമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചി. അതിന് മൂത്ത എന്റെ സഹോദരൻ, സഹോദരന്റെ മകനാണ് അച്ഛൻ. പേരെന്തായിരുന്നു? ഗോപാലകൃഷ്ണൻ. അല്ല, പേര് എന്റെ പേര് അനൂപ്. അനൂപ്. ഇത് അനൂപിന്റെ വൈഫ് രാധിക. രാധിക ഇതെന്നെ മോള് ആദ്യ. ഇവരുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഒരുമിച്ച് ജീവിച്ചിരുന്നത്? കനകലത ചേച്ചിയുടെ ഒപ്പം ഇവരാണ് ഈ വീട്ടിൽ. എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിന്ന സമയത്ത്, അന്നത്തെ ഈ യൗവന കാലഘട്ടത്തില് ഈ ചെറിയ ചെറിയ നമ്മള് പയ്യന്മാരായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. അപ്പൊ ആ ടൈമിൽ ഞാൻ കുറച്ചിങ്ങനെ ആ ഒരു രീതിയിൽ പോയി, അതായത് കമ്പനി ബേസിൽ ഇങ്ങനെ പോയിക്കൊണ്ട സമയത്താണ് എന്നെ ഇവര് ശരിക്കും പറഞ്ഞ ഒരു പറിച്ചു നടലെന്നൊക്കെ പറയാം. അവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവരുടെ ശിക്ഷണത്തിലായിരുന്നു. അതായത് എന്റെ അമ്മ എന്നെ പ്രസവിച്ചതേ ഉള്ളൂ. ഇവരാണ് വളർത്തിയത് എന്നെ. ശരിക്കും എന്റെ അമ്മമാരെന്ന് പറയുന്നത് എനിക്ക് അപ്പച്ചിമാരാണ്. അപ്പൊ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഇവരോടൊപ്പമായിരുന്നു ജീവിതം. പിന്നെ അപ്പം കാര്യമായിട്ട് ശിശുമാറായത് അപ്പച്ചി ഹസ്ബൻഡ്. അപ്പൊ ഇവർ ഒരുമിച്ചായിരുന്നു. അതിലേക്കാണ് ഞാനും വരുന്നത്. ആ ഒരു ഫാമിലിയിലേക്ക് ഞാൻ എൻട്രി ചെയ്യാണ്. അവരുടെ ഇതിൽ നിന്നു എന്നെ വളരെ നല്ല ലൈഫായിരുന്നു. അപ്പച്ചിയുടെയും മാമൻ്റെയും ഇവരുടെ 2 അപ്പച്ചിമാരുടെ ആയിട്ടുള്ള ലൈഫ്. പിന്നെ മാമൻ്റെ ക്യാരക്ടറുകൾ നമ്മളിപ്പോൾ ഇതിലൂടെ പറയേണ്ട കാര്യമില്ല. സിനിമ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം കാര്യമായിട്ട് ശിവകുമാർ എന്താണെന്ന്. അത് നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ട. അങ്ങനെ നിന്ന് അവരെ കൂടെ ഒപ്പം ഞാൻ നിന്ന് വളർന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെയൊക്കെ പടം നമ്മളിപ്പം ആരാധിക്കുന്നില്ല. നമ്മളിപ്പോൾ കോവിലിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്നു. ശരിക്കും നമ്മൾ ആരാധിക്കേണ്ടത് അപ്പച്ചിയാണ്. കാര്യം കുടുംബത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ 2 സഹോദരിമാരെ വിവാഹം ചെയ്ത് അയച്ചതും ചേച്ചിയുടെ മക്കൾക്ക് സ്ഥലം മേടിച്ചു കൊടുത്തതും അവരെ ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടുത്താമോ എല്ലാവരെയും. എനിക്ക് KTDC എന്നെ കയറ്റി. പക്ഷെ എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് എനിക്കൊരു സ്ഥിര എംപ്ലോയി ആവാൻ പറ്റിയില്ല. സീരിയലിൽ സിനിമയിലൊക്കെ ഞാനും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തതാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പച്ചി എന്നെ ഒരു മാക്സിമം എന്നെ ബൂസ്റ്റ് ചെയ്യാന്നുള്ള സ്ഥലത്തൊക്കെ ബൂസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മളെ സമയം ഒരു ഭാഗ്യദോഷം കൊണ്ടൊന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ശരിക്കും അപ്പച്ചി ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു നാഥനായിരുന്നു. നാഥയെന്ന് പറയാൻ പറ്റില്ല, നാഥൻ. അങ്ങനെ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ്. എല്ലാവർക്കും ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരു 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 വ്യക്തിയെ പോലും ദ്രോഹിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ്. ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും സഹായിക്കാനും. ഇപ്പോൾ കുടുംബത്തിനൊന്നല്ല, ഒരാളൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കഷ്ടത പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു 500 രൂപയെങ്കിലും അപ്പച്ചി കൊടുക്കാതെ പോയിട്ടുള്ള എനിക്കറിയില്ല. 100 രൂപയെങ്കിലും കൊടുത്തു വിടും. എത്ര വർക്കില്ലാത്ത സമയത്താണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു. അത്താണി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ശരിക്കും അപ്പച്ചിക്കൊരു ജന്മം ദൈവം കൊടുത്തത് പോലും എല്ലാവരെയും രക്ഷപ്പെടുത്താനായിരിക്കാം. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ ഇത്രയും പേരാണ്. ഇപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ സഹോദരി താമസമുണ്ട്. അതും അപ്പച്ചി മേടിച്ച സ്ഥലമാണ്. അത് അവർക്ക് സഹോദരിക്ക് കൊടുത്തു. അവരവിടെ താമസിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഈ വീട്ടിലാണ്. അപ്പച്ചിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നമ്മൾ ശരിക്കും ഒരു ദിവസത്തിൽ ഞങ്ങളൊരു എന്താ പറയുക, ഒരു ദിവസം ഒരു 50 പ്രാവശ്യമെങ്കിലും കനകത്തിൻ്റെ പേര് ഞങ്ങൾ പറയാതിരിക്കില്ല. കാര്യം എവിടെ തിരിഞ്ഞാലും കനകമാണ് ഈ വീട് മൊത്തം. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മളെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അസുഖം വന്നപ്പം ശരിക്കും ഒരു മനുഷ്യന് പോലും ഇങ്ങനൊരു അവസ്ഥ കൊടുക്കരുത്. എത്ര ശത്രുവാണെങ്കിലും അതെ, നമ്മളെ ശത്രുവായിരിക്കാം. ഇപ്പം എൻ്റെ ഒരു ശത്രു, അദ്ദേഹത്തിന് പോലും ഒരു അവസ്ഥ ഉണ്ടാകരുത്. കാര്യം 1.5-2 വർഷക്കാലം ഞങ്ങൾ കിടന്ന് അപ്പച്ചിയെ നോക്കാൻ ഒരാളെ നോക്കിയോണ്ട് നമ്മൾ കണക്ക് പറയുന്നില്ല. അത് കാണേണ്ട കാഴ്ച. അതായത് വയറിൽ ട്യൂബ് ഇട്ടിട്ട് ഈ ട്യൂബ് വഴിയാണ് ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നത്. പാവ ഈ കൊടുക്കുമ്പോഴൊക്കെ ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉള്ളൊരു മരണം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ദൈവമേ എന്തിനിങ്ങനെ ഇട്ട് കഷ്ടപ്പെടും, നല്ലൊരു മരണം കൊടുക്കും. നമ്മളെ മനസ്സിലാക്കാൻ എന്താ പറയുക കാര്യം. ഒരിക്കൽ ഈ അപ്പച്ചി മരിക്കുന്നതിൻ്റെ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പാണ് കുളപ്പുള്ളി ലീല ചേച്ചി നമ്മുടെ ആർട്ടിസ്റ്റ് ഇവിടെ എത്തിയിരുന്നു. ശരിക്കും ആ ചേച്ചി ഇവിടെ ജൂൺ 24 ഇവിടെ വന്ന സമയത്ത് ഈ റൂമാണ് അപ്പച്ചിയുടെ ബെഡ്റൂം. ഈ റൂമിൽ ഞാൻ
ഞാനും അന്ന് എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്നതുകൊണ്ട് അവൾക്ക് രാവിലെയുള്ള കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ പറ്റും. അതെ. ഞാനും അപ്പച്ചി അന്ന് ഞാൻ കുറേ നാളായിട്ട് ഓട്ടോയൊന്നും ഓടുന്നില്ല, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പം ഞാൻ ഈ ഇതിൽ ഇരുന്ന് നമ്മൾ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പോലും അവർ ആ ഒരു ഇത് പോലും കാണിക്കാൻ ആ ചേച്ചിയും കൂടെ വന്നിട്ടാണ് ഈ ഡയപ്പർ ഇടാനും ഞങ്ങളെ സഹായിച്ചത്. എൻ്റെ കൂടെ വന്ന് അപ്പച്ചി പിടിച്ചതും അവര് തന്നെ കരഞ്ഞു പോയി. കാര്യം ഒരാൾക്കും കനകലത എന്ന് പറയുമ്പം കേരള ജനത അല്ലെ മലയാളികൾക്കിടയിൽ ഒരു ഫിഗറുണ്ട് കനകലത. അതെ അല്ലേ. ഞങ്ങളന്ന് വന്ന് കാണുമ്പോന്ന് പറഞ്ഞാല് ചേച്ചി ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യം കുഞ്ഞുങ്ങളെ പോലെ. അതായത് ശരിക്കും ഞാനത് ഫീൽ ചെയ്തതാണ്. വന്നിട്ട് എന്നെ ഇങ്ങനെ തടവി തരുക, ഞാനിങ്ങനെ ചേച്ചിയുടെ അടുത്തിരുന്ന് ചേച്ചി ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ തിരിച്ച് എന്നെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ തടവി തരുക. എന്നിട്ട് നമ്മളങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെ കൊഞ്ചിക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് തരിക. എന്നിട്ട് ടാറ്റ പറയും. എന്നോട് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പോണില്ലേ നീ പോണില്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ടാറ്റ. അങ്ങനത്തെ ഒരു കുട്ടിത്വമായിരുന്നു അവർ വരുന്ന സമയത്ത്. അപ്പച്ചിയുടെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. ശരിക്കും ഡോക്ടർ പറഞ്ഞു കിംസിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഷാൻ ലാൽ ഡോക്ടർ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. എത്ര നാള്? അതാ ഒരു വർഷത്തോളം. നവംബർ 22 2022 നവംബർ മുതൽ മരിക്കുന്ന 2024 മെയ് വരെ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കനകലതയുടെ പ്രായം വെച്ചിട്ട് ഒരു 3 വയസ്സിന് താഴെ വരെ വരാം. അതായത് ഒരു കുട്ടി ജനിച്ചൊരു 3 വയസ്സായ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുത്തതിന് ആ സ്റ്റേജിൽ ഇപ്പൊ 5 വയസ്സാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് 5 വയസ്സിൽ നിൽക്കും. അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. പക്ഷെ ഒരിക്കലും ഒരു റിക്കവറി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കുറച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. ആണല്ലേ. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. അതെ. അത് ഫുഡൊന്നും കഴിക്കണമെന്ന് ഓർക്കുന്നേ ഇല്ല അല്ലേ? ഞങ്ങൾ അവളുടെ മുമ്പിൽ ഇരുന്ന് ഫുഡ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. അത് ഈ സുഖമില്ലാതായപ്പോഴാണ് ഈ പൊറോട്ടയോടും ചിക്കൻ ഫ്രൈയോടും ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ അവളുടെ മുമ്പിൽ ഇരുന്ന് ഞങ്ങൾ ചോറോ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു ആഗ്രഹം, ഈ ഫുഡിനോടൊരു ആഗ്രഹം തോന്നട്ടെന്ന് വിചാരിച്ചു. അവൾ ആ ഫുഡിലോട്ട് നോക്കുകയില്ലായിരുന്നു. നമ്മളത് മുമ്പിൽ വെച്ച് കഴിച്ചാലും വേണമെന്ന് പറയാം, മേടിച്ചോണ്ട് വെക്കും, പിന്നെ കഴിക്കൂല. ഒരു തൊണ്ട് വായിൽ വെക്കും, അതുപോലെ ഇറക്കൂല. പിന്നെ അതിനെ വായിന്ന് തോണ്ടിയൊക്കെയാണ് നമ്മൾ കളയുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിന് പിന്നെ പരിപ്പും പപ്പടവും ഒക്കെ മെലടി ചോറ് വായി വെച്ച് കൊടുത്തിട്ട് പോലും കഴിച്ചില്ല. വിശപ്പില്ല, അറിയുന്നില്ല, അറിയുന്നില്ല. അതായത് ഈ ദിനചര്യകൾ, അതായത് ഒരു മനുഷ്യൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോവുക, യൂറിൻ പാസ് ചെയ്യുക, പിന്നെ പല്ലിയൊക്കെ, അതൊന്നും അപ്പച്ചിക്ക് അറിയില്ല. ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ്, ദിനചര്യ മറന്നു. നമ്മളിപ്പോ എന്താണ് ദിവസം ചെയ്യുന്നത് അതെല്ലാം നിങ്ങളെയൊക്കെ മറന്നിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ അറിയാം, പേരറിയാം. പക്ഷെ മറന്നോ ഇല്ലയോ പിന്നീടൊക്കെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് സംസാരിക്കുമായിരുന്നു. മറന്നു കാണില്ല, കാരണം അപ്പച്ചിയുടെ ഫേസിൽ നമ്മളെ കാണുമ്പോൾ ഉള്ള ചില ചലനങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷത്തിന്റേതായിരിക്കും. എന്നെ അപ്പച്ചിയൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചിരി വരും. ഇങ്ങനെ അപ്പച്ചിന്ന് ഇങ്ങനെ നമ്മളെ വിളിക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചിരിക്കും. അപ്പൊ നമ്മളെ മറന്നിട്ടില്ലെന്ന് നമുക്കറിയാം. പിന്നെ സംസാരത്തിന് വ്യക്തത ഇല്ലാതായി, ക്രമേണ ശബ്ദമേ സംസാരം നഷ്ടപ്പെട്ടു. ഒരു കൈ വലത്തെ കൈയും തളർന്നു, ഇതിന്റെ സ്വാധീനവും പോയി. അപ്പൊ ഞങ്ങളന്ന് വന്നതിന് ശേഷം പിന്നെ ഭയങ്കരമായിട്ട് വഷളായല്ലേ, വഷളായി. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി പോകുമ്പോ ഞാൻ ഗേറ്റ് തുറന്ന തക്കത്തിന് ആള് പുറത്തേക്ക് ഇറങ്ങി ഓടി. കുട്ടികൾ ഓടുമല്ലോ, അതുപോലെ ഓടിയിട്ട് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചോണ്ട് ഒന്നാമത് ചേച്ചിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ പിടിച്ച് വലിച്ചാലൊന്നും വരത്തില്ല. ഞാൻ എന്നിട്ട് ഒരു കണക്കിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടും അകത്ത് കയറി വന്നിട്ട് എനിക്ക് ടാറ്റ തരുക. ഞാൻ പറഞ്ഞു ഞാൻ വിജയിച്ച് അന്ന് സംഭാരം എടുക്കാൻ പോയി, ഞാൻ സംഭാരം കുടിച്ചിട്ട് പോകാന്ന്. പിന്നെ പൊക്കോ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടാറ്റ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ സിനിമാ കാര്യങ്ങൾ അതൊക്കെ ആ കിടപ്പാകുന്നതിന് മുന്നേ അതൊക്കെ ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പച്ചിയുടെ മനസ്സിൽ പിന്നെ അപ്പച്ചിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ലാൽ സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലാലിന്റെ സിനിമയുണ്ട് എനിക്ക് വരിക്കാശ്ശേരി മനെ പോകുന്നത് ഗണേഷ്, നമ്മുടെ ഇപ്പോഴത്തെ KSRTC ഗണേഷ് സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അമ്പലമില്ലാതെ ആൾത്രയിൽ വാഴ മോങ്കാരമൂർത്തിയുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് കേൾക്കുമ്പോ അവളുടെ മുഖത്തിന് എന്താ ഒരു പ്രത്യേക ഒരു, ഞങ്ങൾ അതിന് വേണ്ടിട്ട് എല്ലാ ദിവസവും രാവിലെ പാട്ടിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഉണ്ണിക്കൈയിൽ മോദകം. അപ്പൊ ഈ അപ്പച്ചി നമ്മളിപ്പോ അമ്പലമില്ലാതെ ആൾത്രയിൽ നിന്ന് നമ്മൾ പാടുമ്പോ അതിന്റെ അടുത്ത വരി അപ്പച്ചി ഇങ്ങനെ ശ്രമിക്കും. സംസാരം നഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങളത് പറയാൻ വേണ്ടിട്ട് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
രാവിലെ ഞാൻ അതുകൊണ്ട് പിന്നെ ആകാശവാണി കാരണം ഇവിടെ FM ഉണ്ട്. എന്നും രാവിലെ ഒരു അപ്പച്ചിയൊക്കെ ഉറക്കം ഒരു യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ FM ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 ഉച്ചവരെയൊക്കെ FM ആയിരിക്കും. ഇടയ്ക്ക് നമ്മൾ TV അങ്ങനെ ഓൺ ചെയ്താൽ മാത്രമേ ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പൊ സംഗീതത്തോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ അപ്പച്ചി ഭയങ്കര ജീവനായിരുന്നു. അതുപോലെ ഗണേശനോട് ഭയങ്കര ഗണേഷ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര വാദോരാതൊക്കെ. അദ്ദേഹത്തിന്റെ ഇലക്ഷനൊക്കെ അപ്പച്ചി കൊട്ടാരക്കരയിലൊക്കെ എല്ലാ ഇലക്ഷനും വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നും ചോദിക്കുവായിരുന്നല്ലേ ലാലേട്ടന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയുമായിരുന്നല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമകളൊക്കെ കാണുമോ? സിനിമകള് ടിവിയിൽ വരുമായിരുന്നല്ലോ. അന്ന് ഈ അസുഖമായിരുന്ന ടൈമിൽ അപ്പച്ചി TV വെച്ച് കാണുമായിരുന്നു. TV കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ കൂടുതലും പാട്ടേ വെച്ച് കൊടുക്കത്തുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരം ഭയങ്കര ഇഷ്ടമായപ്പോ പോലും പിടിച്ചുകൊണ്ടിരുത്തിയാലും TV കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ കിടന്ന് ആ കണ്ണാടിയിലൂടെ ഇങ്ങനെ പ്രതിബിംബം ഇവിടുത്തെ TV അതിനകത്ത് കാണാം. അപ്പൊ അതിലൂടെ കാണും. പിന്നെ അപ്പച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഒരുപാട് നന്മകളുടെ ഉറവിടം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നാടകത്തിലൂടെ അല്ലേ ചേച്ചി വന്നത്? ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും ഇവിടെ വരുന്ന ഈ പരദൂഷണം പറയുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആരെക്കുറിച്ചും ഒരു ഉയർച്ചയിൽ അസൂയ അങ്ങനെയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. വിജയിച്ചി നമ്മള് നാടകത്തിലൂടെ അല്ലേ കനകേച്ചി ഇതിലേക്ക് വന്നത്? അപ്പൊ അന്നൊക്കെ നാടകത്തിനൊക്കെ പോകുമ്പോ കൂടെയൊക്കെ പോരുന്നത് ആരാണ്? പ്രൊഫഷണൽ നാടകത്തിലല്ലേ പോകുന്നത്. അപ്പൊ കൂടെ ആരും പോകേണ്ട കാര്യമില്ലായിരുന്നു. അവള് തനിയെ പോകുമായിരുന്നു. തനിയെ പോകും. പിന്നെ കൊല്ലം ഐശ്വര്യ, കാളിദാസ കലാകേന്ദ്രം, വൈക്കം മാളവിക, അങ്ങനെ കുറെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. അവളുടെ ഒപ്പം അഭിനയിച്ച അന്ന് പിന്നെ ആരാധനയിൽ അഭിനയിച്ച ലീലാറാണി, ഐശ്വര്യയിലൊക്കെ അഭിനയിച്ച ലീലാറാണി എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലുള്ള അവര് അവളെ കാണാൻ വന്നിരുന്നു. വയ്യാതായി കിടന്നപ്പം. പിന്നെ സീരിയൽ ആത്മീയെന്നുള്ള ആളുകള് കാണാൻ വന്നിരുന്നില്ലേ? പിന്നെ കാലടി ഓമന ചേച്ചി, പൂജപ്പുര ചേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, പിന്നെ ദിനേശ് മണിക്കാര്, അങ്ങേര്, പിന്നെ വിജയകുമാരി, ജീജ സുരേന്ദ്രൻ, പിന്നെ മുൻഷി രഞ്ജിത്ത്, അങ്ങനെ കുറെ പേര് കാണാൻ വന്നിരുന്നു. അന്ന് ചേച്ചിക്ക് ഓർമ്മയുള്ള സമയത്താണ് അന്ന് പിന്നെ 2023 മാർച്ചിലായിരുന്നു അവർ. അപ്പൊ ഓർമ്മയുണ്ട്. അപ്പൊ അത്യാവശ്യം ഓർമ്മയുണ്ട്. സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വന്നിരുന്നു. ഞങ്ങളന്ന് വന്നപ്പോ ഇവിടെ കിടക്കുവായിരുന്നല്ലോ, അതുപോലത്തെ ഒരു സ്ഥിതി. അപ്പോഴ് മാർച്ചിലല്ലേ ഇവര് വന്നത്. ജൂണിൽ അമ്മയുടെ മീറ്റിങ്ങിന് വരത്തില്ലല്ലോ അതെന്ന് വെച്ചോ. പിന്നെ ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞു. ആണോ? പക്ഷെ അന്നും പോവാൻ പറ്റിയില്ലല്ലോ. പോവാൻ പറ്റിയില്ല. ഞങ്ങളും അതിന് മുന്നേയുള്ള അമ്മയുടെ മീറ്റിങ്ങിന് ശേഷമാണ് ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നത്. കാരണം അന്ന് ഭയങ്കര സ്മാർട്ടായിട്ടാണ് അവിടെ വന്നത്. 23 22 തൊട്ട് എന്റെ ആരംഭം ഉണ്ടെങ്കിലും ഇച്ചിരി പിന്നെ കൂടിയത് 23 തൊട്ടാണ്. എന്നാലും ഒരു വർഷം അല്ലേ? ആ വർഷത്തിനുള്ളിൽ ആള് ഒരു വർഷത്തിനുള്ളിൽ വല്ലാത്ത മാറ്റം പെട്ടെന്നാണ് ഡെവലപ്പ് ആയത്. മാറ്റങ്ങൾ. പിന്നെ അപ്പച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ പോയി മരുന്ന് വാങ്ങുന്നു. പിന്നീട് തീർത്തും ആരോഗ്യം മരുന്ന് കണ്ടിന്യൂസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. മരുന്നൊന്നും ഒരു മാറ്റവും മരുന്ന് എന്തെങ്കിലും ഒരു ഡെവലപ്പ് ആവട്ടെ എന്നുള്ളൊരു അവർക്കൊരു ഫുഡിന്റെ തന്നെ ഡോക്ടർ തന്നിട്ട് ഡയറ്റിന്റെ ഒരു രീതി തന്നിട്ടുണ്ടായിരുന്നു. എൻഷുർ കൊടുക്കാനും ഓട്സ് കൊടുക്കാനും അതൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ 2 മണിക്കൂർ വിട്ട് 8 മണി 10 മണി 12 മണി അങ്ങനെ അതായത് അപ്പച്ചി മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് വരെ അപ്പച്ചി നമ്മൾ കൃത്യമായി 8 മണിക്ക് ഫുഡ് പരിപാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മള് ഫുഡും മരുന്നും എല്ലാം കൊടുത്ത്. ഇത് പുറം ലോകം അറിഞ്ഞ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ്. അത് ഞാൻ പറയാം. നമുക്ക് ഇതിപ്പോ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ഇവിടെ പല ഇന്റർവ്യൂകൾക്കും ആൾക്കാർ നമ്മളെ വിളിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അപ്പച്ചിയുടെ ഈ ഒരു നേർചിത്രം നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മള് കാര്യം വെച്ചാൽ നമ്മളുടെ ഇപ്പം ആരാണ്ടമ്മയ്ക്ക് മറ്റേ ഇത് വന്ന് കാണുന്ന പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നമുക്ക് പുറത്ത് കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല. കാര്യം അപ്പച്ചിയുടെ ആ ഒരു ആ സുഖമില്ലാടൊക്കെ വീഡിയോ നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. നമ്മൾ പലരെയും പറഞ്ഞു വിലക്കി. അപ്പം ഇവരൊക്കെ ഇതിൽ ഏതൊരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വളരെ മോശമായിട്ടൊക്കെയാണ് കനകലതയുടെ വീട്ടിൽ വരുന്നവരെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. അവര് തടസ്സം നിൽക്കുന്നു. അങ്ങനെ ദുരൂഹത ഒരു കാര്യം പറഞ്ഞു, വീട്ടുകാർ നന്നായിട്ട് നോക്കുന്നുണ്ട്. കാര്യം
ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹമല്ല പറഞ്ഞത്. അത് കണ്ടിട്ട് വേറെ ആളുകൾ കമന്റ്സ് ഇടും. ഇതില് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് അപ്പച്ചിയുടെ ഇന്റർവ്യൂ നമ്മൾ കൊടുത്തത് മാതൃഭൂമി ചാനലിലാണ്. മാതൃഭൂമി ചാനലിൽ ഗൃഹലക്ഷ്മിയില് അവര് നേരിട്ട് വരാൻ പറഞ്ഞപ്പോ ഞങ്ങൾ പറയും പറ്റൂല, നേരിട്ട് വന്ന് നിങ്ങൾക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല അവസ്ഥ കാണാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കുട്ടി ഫോണിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് അതിൽ വന്നു. അതിൽ നിന്നാണ് പിന്നെ എല്ലാവരും പറഞ്ഞത് മാറ്റി മാറ്റി അവരുടെ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് അതിനെ ഇടാൻ തുടങ്ങിയത്. എല്ലാവരും അവരുടെ വേർഷനിലേക്ക് ആക്കിയ ഒരു വാർത്ത. അല്ലാതെ നമ്മളിവിടെ നമ്മളിതുവരെ കനകലതയെ കാണാൻ അല്ലെങ്കിൽ ആ അഭിനേത്രിയെ കാണാൻ നമ്മളാരെ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ വീടിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ല ഞാനും വന്നാണല്ലോ കാണാൻ. അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. കാണാൻ വരുന്നവരെയൊക്കെ സ്വാഗതം ചെയ്തു. പക്ഷെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഡിസ്ചാർജ് ആയി വന്ന സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പേഷ്യന്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രതിരോധ ശേഷി കുറവായിരിക്കും. ആ ഒരു ടൈമിൽ കഴിയുന്നത് അനുവദിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ കാണാൻ പറ്റില്ല. അത് ആ മരുന്നിന്റെ ആ ഒരു ഇത് കൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിപ്പോയാൽ അത് ബാഡ് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് അങ്ങനെയാണല്ലോ നമ്മൾ. അതായത് ഒരാളോട് സ്നേഹമുള്ളപ്പോ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ മാനുഷികമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞവർക്ക് ഇതുപോലെ വന്നിട്ട് കനകലത ചേച്ചിയെ ഇവിടെ വീഡിയോ എടുത്തിടണമെന്ന് തോന്നൂല. കാരണം നമ്മൾ വരുമ്പോൾ ഇതൊന്നും അല്ല അവസ്ഥ. ഇതിലും നന്നായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. പക്ഷെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്കത് ചേച്ചിയുടെ കൂടെ ഇരുന്നെടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ട് വെക്കാൻ വേണ്ടി പോലും ഒരു ഫോട്ടോ പോലും നമ്മളത് എടുത്തിട്ടില്ല. ആരോടും ഗൃഹലക്ഷ്മിയുടെ അവരും ഫോട്ടോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു വീഡിയോ. ഫോട്ടോ നമ്മൾ ഒരു ലൈവ് ഫോട്ടോ കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങളെ പോലും അപ്പച്ചിയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അസുഖത്തിന്റെ സമയത്ത് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ പിന്നെ അങ്ങനെ നമുക്ക് പുറലോകത്ത് പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാരും മാനസികമായിട്ട് ഒരുപാട് അപ്പച്ചിക്ക് വയ്യാതായപ്പോഴത്തേക്ക് മൂത്ത ചേച്ചി എന്ന് പറഞ്ഞ അപ്പച്ചി ഡിപ്രഷനാണ്. അപ്പച്ചിക്ക് അത് ആരോടും ഓപ്പണായിട്ട് സംസാരിക്കാൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്നെങ്കിലും മാനസികമായിട്ട് തളർച്ചയിലാണ്. 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസത്തിൽ ഒരു നേരമെങ്കിലും കരയും. കാരണം അവരത്ര അങ്ങനെയായിരുന്നല്ലോ. അക്കച്ചിയും കുഞ്ഞും ആവേലോ ചേച്ചി, അക്കച്ചിയും കുഞ്ഞും ആവേ. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ നമുക്ക് അതിന് ഒരുപാട് ബുദ്ധിമുട്ട്. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അതായത് അവരൊന്നും സംസാരിക്കുന്നില്ല, ഇവരൊന്നും പറയുന്നില്ല എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. നമുക്കത് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ പിന്നെ ഫസ്റ്റ് ഇവിടെ അപ്പച്ചി വന്ന് കാണുന്നത് ആത്മീയതൊക്കെ ആൾക്കാർ വന്നതിന് ശേഷം ഫസ്റ്റ് വന്ന് കാണുന്നത് അനീഷാണ്. അനീഷ് ചിറങ്കീഴ് ആർട്ടിസ്റ്റ്. അപ്പൊ അനീഷ് നമ്മളായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ അനീഷ് നമ്മുടെ മ്യൂക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മുടെ കൂടെ കളിച്ച് ഞാൻ ഉൾപ്പെടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് അനീഷിന് കൂടെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൊണ്ടാണ് അനീഷിനിവിടെ സ്വാതന്ത്ര്യമായിരുന്നു. അനീഷ് വന്നു. അനീഷ് ലൈവായിട്ട് കണ്ടതാണ് അപ്പച്ചി എങ്ങനെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത് നോക്കുന്നതെന്നും ഒക്കെ വന്നു. അനീഷാണ് ഫസ്റ്റ് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അനീഷാണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷമാണ് ഓരോരുത്തർ സിംഗിളായിട്ടും രണ്ടുമൊക്കെ പല ആർട്ടിസ്റ്റുകളും വന്ന് കണ്ടു. പിന്നെ അപ്പച്ചിയുടെ മരണത്തിന്റെ ഇതിൽ ഒരുപാട് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് പേര് ഈ വീട്ടിൽ വരികയും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് പേര്, പിന്നെ CPM-ന്റെ ആയിട്ടുള്ള MP ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി, അതുപോലെ MP വാസവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അവരൊക്കെ വന്ന് കണ്ടു. പിന്നെ കേരള കോൺഗ്രസ് BA പ്രതിനിധി. ഞാൻ കേരള കോൺഗ്രസ് Bയുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ സംഘടന ജനറൽ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പേര് രാഷ്ട്രീയമായിട്ടാണ് BJP വന്നു. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഗണേഷ് കുമാർ സാറിനോടാണ്. പിന്നെ അദ്ദേഹം അന്ന് ആ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ കേരള കോൺഗ്രസ് Bയുടെ ചുമതലയുള്ള സകല ആൾക്കാർ ഇവിടെ വന്നു. രാധാകൃഷ്ണൻ ചേട്ടനാണെന്ന് തോന്നുന്നു ഓടി ആ സമയത്ത് വന്നൊക്കെ. അതിന്റെ ഇടയിൽ കൂടെ വേറെ ചില കാര്യങ്ങൾ കണ്ടത് അല്ല, ഞാൻ എനിക്ക് ആ വീഡിയോയിലാണ് രാധാകൃഷ്ണൻ ചേട്ടൻ കയറി വരുന്ന വീഡിയോക്കാണ് വേറൊരു ചാനൽ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. കനകലത ചേച്ചിയുടെ മകൻ ഓടിയെത്തിയെന്നല്ലേ. ചുമ്മാ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ നമ്മുടെ ഈ ഭാഗത്തുള്ള അയൽക്കാരായിട്ടുള്ള ആൾക്കാരോട്, നാട്ടുകാര്, പിന്നെ എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ള, പിന്നെ എന്റെ സഹോദരിയുടെ ഭർത്താവ് അളിയൻ, അവൻ സഹോദരി ഇവിടെ താമസിക്കുന്നു. ഒരു സഹോദരി ഇവരുടെ മൂത്ത ചേച്ചി പട്ടാഴിയാണ്. ഇളയ അനിയത്തി ചേച്ചി കായംകുളത്താണ്. ബന്ധുക്കളെല്ലാം അവിടെ ദൂരെയാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ചേട്ടന്റെ സഹോദരി, ബാക്കി എല്ലാ റിലേഷൻസ് ദൂരെയാണ്. അപ്പൊ അതിനെക്കാട്ടി സഹായം ഇവിടുത്തെ ആൾക്കാരായിരുന്നു. കാരണം അവര് പെട്ടെന്ന് എത്താനും അല്ലെ അടുത്തുള്ളവർ ആൾക്കാരാണ്. എല്ലാ സഹായവും ചെയ്തു. ഒരുപാട് ഇവിടെയുള്ള പിന്നെ
നാട്ടുകാരൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഭയങ്കര സഹായമായിരുന്നു എല്ലാരും, എല്ലാ കാര്യത്തിലും. കാര്യം ഇവിടെ പറന്നു പോകുന്ന കാക്ക ഒരു അപ്പച്ചി കൈയടിച്ചിട്ട് എവിടെ പോകുന്നു ചോദിക്കുമായിരുന്നു. ആ ഒരു പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര കാര്യങ്ങളായിരുന്നു. ഒരാളെ പോലും വെറുതെ വിടൂല. ഒരു സിനിമാ നടി എന്ന രീതിയിലല്ല അല്ല, അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പുറത്തേക്ക് ഇറങ്ങി ഓടിയ ചേച്ചി ആ പുറത്ത് വേറെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് ചെന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുവാണ്. അന്നേരം പറയുമ്പോ കണക്ഷൻ ഇല്ല, എന്നാലും അവരോടൊക്കെ സംസാരിക്കുന്ന അങ്ങനെ ആയിരുന്നു ചേച്ചി. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ കലാകാരന്മാർക്കുള്ളൊരു പ്രത്യേകത, അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്കും ഇപ്പം ഉള്ള പ്രത്യേകത ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അവരെയൊക്കെ സീനുകൾ നമുക്ക് TV-യിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പൊ കനകലത ചെയ്ത കഥാപാത്രങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ, അവരൊരിക്കലും ജനഹൃദയങ്ങളിൽ നിന്ന് ഈ മരിച്ചവരാരും ഈ ആർട്ടിസ്റ്റുകളെന്നല്ല ജീവിക്കും എന്നും കാണാം. അങ്ങനെയൊക്കെ. പിന്നെ ഇവരുടെ കൂടെ അഭിനയിച്ച ചങ്ങനാശ്ശേരിയിലുള്ള ലീലാറാണി എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ച അവരുടെ ഫാമിലി ആയിട്ട് വന്നിരുന്നു. ആണല്ലേ? അടുപ്പമുള്ളവര്, അതായത് കൂടുതൽ അഭിനയ രംഗത്തിലായിരിക്കുമ്പോ കനകലത ചേച്ചിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു ആ ഫീൽഡിൽ. നല്ല അടുപ്പമുള്ളവരുണ്ടായിരുന്നു. ലീലാറാണിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ അവര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അവര് മരിച്ചു കഴിഞ്ഞിട്ടും വിളിക്കുന്ന. എന്നാലും അപ്പച്ചിയെ സംബന്ധിച്ചോളം ഈ പിന്നെ ആരെയും ഡീപ്പ് സൗഹൃദമായിട്ട് ഇല്ലായിരുന്നു. ഡീപ്പ് സൗഹൃദം വെച്ചാൽ അപ്പച്ചിക്ക് ഇല്ലാത്ത വേറെ ഒന്നുമില്ല. അപ്പച്ചിക്ക് ഈ മേഖലയെ കുറിച്ച് നല്ല ധാരണയുള്ളൊരു ലേഡിയായിരുന്നു. കാര്യം ഈ ഡീപ്പ് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നുണ പറച്ചിലും അവരെ കുറിച്ച് പരദൂഷണം പറയണം. അപ്പച്ചിക്ക് അങ്ങനെയല്ല. അപ്പച്ചി ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് പോയി അഭിനയിക്കുന്നു. അതിൽ ഏത് ആർട്ടിസ്റ്റാണ് കൂടെ അഭിനയിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ പയ്യനാണ് അല്ലെങ്കിൽ ഒരു പുതിയ പെൺകുട്ടിയാണ് കൂടെ അഭിനയിക്കുന്നതെന്നോ അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ ഈ യൂണിറ്റിലൊക്കെ ഞാൻ ലൈഫ് ബോയ് ആയിട്ട് ഞാൻ ഗുരു മൂവീസിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പൊ എനിക്ക് സീരിയലിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിൽ ഞാൻ ലൈവായിട്ട് നമ്മുടെ ഈ അറിയപ്പെടുന്ന പല ആർട്ടിസ്റ്റുകളും കാണിക്കുന്ന ക്രൂരതകൾ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ള ആളാണ്. കാര്യം ഇപ്പോൾ പുതിയതായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾ ഒരു 2 ടേക്കൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായ ഇതെന്തോന്ന്, ഇത് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റിൽ എന്തിനു കൊണ്ടുവരുന്നത്? ഈ വന്നവരും ആ പാത കടന്നാണ് വന്നതെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും അപ്പച്ചി ഒരിക്കലും. ഞാൻ അപ്പച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ. അത് ആ സീരിയലിന്റെ പേര് അല്ല, ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സീരിയല്. മറ്റേ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ശ്രീലകാംബുരി ചേച്ചിയുടെ കൂടെ അപ്പച്ചിയുടെ കൂടെ ഒക്കെ ഉള്ളൊരു സീനിൽ ഞാൻ അവരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സീനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവമില്ല. അപ്പച്ചിയെ സംബന്ധിച്ചുള്ള അപ്പച്ചിയോട് ആരഭിനയിക്കുന്നത് അപ്പച്ചി നോക്കാറില്ല. ഞാൻ കണ്ടിട്ടില്ല സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിൽ അപ്പച്ചിയെ കുറിച്ച് ദുഷിച്ചിട്ട് ഒരാളും കനകലത അങ്ങനെ ഒരു ശരിയല്ല അങ്ങനെ ആ ഒരു ആരും പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ കേട്ടിട്ടുമില്ല. എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നൊരു വ്യക്തിത്വത്തിനുടമയാണ്. സീനിയർ ആർട്ടിസ്റ്റുകളെ ഭയങ്കര ബഹുമാനിക്കുന്നൊരു ക്യാരക്ടറാണ്. ഒരാളെയും ഏകദേശം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണ്ടോ? 385 ആണല്ലേ? പൂക്കാലം ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഉണർത്തുപാട്ട്. റിലീസായില്ല. ചില്ല് പാട്ട് കെ.പി. കുമാരൻ സാറിന്റെ, അതാണ് റിലീസായത്. മറ്റേ ചില്ലു ലെനിൻ സാറിന്റെ. അതെ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പിന്നെ ഓർമ്മകളുടെ ഇതിലിടയിൽ സിനിമയുടെ ഓർമ്മകൾ. അപ്പൊ ഇപ്പൊ ഈ സിനിമ നമ്മൾ ഈ TV-യിലെ കാണിക്കുമ്പോൾ നമ്മൾ അപ്പച്ചി ഇത് ഏത് പടം, അല്ലെങ്കിൽ നമ്മൾ അപ്പച്ചി ആദ്യം അഭിനയിച്ച പടം ഏതാണ്? ഉണർത്തുപാട്ട്. അങ്ങനെ അതൊക്കെ ഓർമ്മയുണ്ട്. ഡയറക്ടർ മനസ്സിൽ പതിഞ്ഞു പോയ അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഈ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് ആരോ ചോദിച്ചാൽ പറഞ്ഞ് അത് എനിക്കൊരു പനി വന്നതാ. ഒരു പനി വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത്. അതുപോലെ ഒരു ഫ്രണ്ട് തിരുവല്ലയിലുള്ള ഒരാള് വന്നായിരുന്നു കാണാന്. അപ്പൊ ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചിന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് രാജേഷ് എനിക്കൊരു പനി വന്നതാണ്, അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞു. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നോ ഇതിന് ട്രീറ്റ്മെന്റ് ആണെന്നോ ഒന്നും അവൾക്ക് അറിയില്ല. അപ്പച്ചി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരുക്കുമ്പോഴൊക്കെ മുടിയൊക്കെ വിജയം ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചീവപ്പോഴത്തേക്ക് ഈ മിററിലോട്ട് നോക്കിയാണ് ആ ഒരു അപ്പോഴാ മനസ്സിലാ ഒരു കാര്യം. ഫേസിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു അതായത് ഒരു ബ്യൂട്ടി പാർലറിൽ പോകില്ല, യാതൊരു കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല, എല്ലാം വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞപ്പൊടി, തൈര്, ഇതൊക്കെ എനിക്ക്. പിന്നെ അപ്പച്ചിയുടെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ അപ്പച്ചിയൊക്കെ ഇവരൊക്കെ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തൈരൊക്കെ തേച്ചിട്ട് ബ്ലീച്ച് ചെയ്യും. തൈര് ഇങ്ങനെ മഞ്ഞപ്പൊടിയായിട്ട് ഇട്ടിട്ട് ഈ കനകത്തിന്റെ പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ ഇട്ട്
അരമണിക്കൂർ ഒരു 10-25 മിനിറ്റ് മോൻ മസാജ് ചെയ്യും. രാത്രിയിലും ഒരു അതുപോലെ ഈ രാത്രി ഈ മാമ്പഴവും തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ തേക്കുന്ന അല്ലാതെ കഴിക്കാനായിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അപ്പച്ചി പപ്പായ ആ നല്ല പഴുത്ത പപ്പായ അതൊക്കെയാണ് ആള് ചെയ്യുന്നത്. ആഹാരം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഈ അപ്പച്ചിയുടെ ഈ ബോഡി വെയിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഓവറായിട്ടാ ഉച്ചയ്ക്ക് ശകലം ചോറാ കഴിക്കുന്നത്. അവിടെ 10 ഇരട്ടി ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് തടി വെക്കത്തില്ല. ഫാക്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അപ്പച്ചിക്ക്. പിന്നെ ഇതൊക്കെ നമുക്ക് ഒറ്റ പ്രാർത്ഥന ഇങ്ങനൊരു അസുഖം ഒരു കാരണം നമ്മൾ അത്രയും കണ്ടു അല്ലേ ചേച്ചി എന്റെ മനസ്സ് മരവിച്ചു പോയി ഭഗവാന്. അത് ആ അസുഖത്തിന്റെ സമയത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോവല്ലോ, അപ്പോഴൊന്നും ചേച്ചിക്ക് അറിഞ്ഞൂടല്ലേ അസുഖം ഉണ്ടെന്നുള്ളത്? അത് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു തരാൻ വന്നപ്പോഴാണ് നമ്മൾ വേറെ മാറ്റിലോട്ട് പോയത്. കായംകുളത്ത് അപ്പച്ചി മരിച്ചപ്പോ ഞങ്ങളെല്ലാം ഇവിടെ രാവിലെ പോയാണ്. തമ്പാനത്ത് നമ്മൾ ട്രെയിൻ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി. അപ്പൊ കയറിയപ്പോ മുതൽ അപ്പച്ചിയുടെ ഒരു സീനുകൾ അവിടെ ആരംഭിക്കുകയാണ്. കാരണം കയറിയപ്പോ ഒരു പോലീസുകാരെ ഇരിക്കുകയാണ്. നമ്മളെ പോലീസുകാരോട് ഭയങ്കര ഒരു കാക്കിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹമാണ് അപ്പച്ചിക്ക്. മലയങ്കര അപ്പച്ചി പറയും ഇതേ കൂടെ പോലീസ് കൊണ്ട് പറയും അത് എന്റെ സുഹൃത്തുക്കളാണ് പോകുന്നത്. അപ്പൊ ആ ഒരു പോലീസ് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു കോൺസ്റ്റബിൾ ഇങ്ങനെ ട്രെയിനിലിരിക്കുമ്പോ അപ്പച്ചി അവന്റെ അടുത്ത് ഇരിക്കുകയാണ്. പോലീസുകാരൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോലീസുകാരനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. പോലീസുകാരെ ഇങ്ങനെ നോക്കിയപ്പോ പോലീസുകാരനെ മനസ്സിലായത് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കേണ്ട കാര്യം. അപ്പൊ നമുക്കറിയാം എന്താണെന്നുള്ളത്. അവിടുന്ന് അപ്പച്ചിയെ പിടിച്ചോണ്ട് പോകാൻ പാട്. അങ്ങനെ അവിടുന്ന് തുടങ്ങി മരണ വീട്ടിൽ ചെന്ന് മരണ വീടാണെന്നുള്ള ബോധമൊന്നും അപ്പച്ചിക്കില്ല. അവിടെ ചെന്നപ്പോ മൊത്തം ആൾക്കാര് മരിച്ചു കിടക്കുന്ന ചേച്ചിയാണെന്നുള്ള ഓർമ്മയൊന്നും അപ്പച്ചിക്കില്ല. നമ്മളെ അപ്പച്ചിയെ തലേന്ന് അതിന്റെ മിസ്സായി 4 വീടിന്റെ അപ്പുറത്ത് ഒരു വീട്ടിൽ ചെന്ന് ചായയും ചിപ്സും കഴിച്ചോണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ചെന്ന് പറയണ എനിക്കൊരു ചായ ഇട്ടാന്ന് പറഞ്ഞ്. അപ്പൊ അവര് നോക്കിയപ്പോ ആർട്ടിസ്റ്റ് ആണല്ലോ അവര് ചിപ്സ് ഒക്കെ കൊണ്ടു. ഞാനും ഇവളും എല്ലാം കൂടെ നമ്മള് തിരക്കി ചെന്നപ്പോ അപ്പച്ചി ചായയും ചിപ്സും കഴിച്ചോണ്ടിരിക്കുക വീട്ടിൽ. ഒന്ന് കഴിച്ചിട്ടു അവിടുന്ന് പിടിച്ചോണ്ടത്. അങ്ങനെ അവിടെ വെച്ചിട്ട് മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പരിമല ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകണം. മറ്റേ അപ്പച്ചിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ കള്ളം പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി. ഡോക്ടർ അപ്പച്ചിയുടെ ഒരു ഫാനാണ്, അപ്പച്ചിയെ കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വരുമോ? പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അപ്പച്ചിയുടെ മൈൻഡിന് മാറ്റം. എന്നെ എന്തിനൂടെ കൊണ്ടുപോകുന്നത്? യാത്രകൾ പോകാൻ ഇഷ്ടമായിരുന്നു, ഇങ്ങനെ കാറിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെയൊക്കെ പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് അപ്പച്ചി പെട്ടെന്ന് തിരിച്ചു പോകാം. എന്നിട്ട് പിന്നെ അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുചെന്ന് അപ്പച്ചി അവിടെ വെച്ചൊരു പിരിമുറുകൊക്കെ ഉണ്ടായി. വരത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പച്ചിയുടെ ഫാനാണ് കാണണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ഇവളും കൂടെ അതിന് മുമ്പ് പോയി നമ്മൾ സംസാരിച്ചു. അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ തനിയെ പോയി കണ്ട് സംസാരിച്ചു നമ്മള്. അപ്പൊ പേഷ്യന്റിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അപ്പച്ചിയെ കള്ളം പറഞ്ഞ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി അവര് കണ്ടപ്പോ അവര് ഫസ്റ്റ് മെഡിസിൻ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. അല്ല അവര് സ്കാൻ അവിടെ CT സ്കാൻ ചെയ്യാൻ. അപ്പൊ അവിടെ അനങ്ങി. ഈ MRI സ്കാൻ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയൊക്കെ സൈലന്റ് ആയിരിക്കണം, അനങ്ങാൻ പാടില്ല. ഇവിടെ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ MRI സ്കാൻ ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ ഇവരുടെ കൈ ബോഡി അനങ്ങിയപ്പോ പിന്നെ അത് ഷേക്കായി. അപ്പൊ അവര് പറഞ്ഞ് ചിലപ്പോ ഒന്നുകൂടെ എടുക്കേണ്ടി വരും. എന്നാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടി. ബ്രെയിൻ ചുരുങ്ങി ചുറ്റുമുള്ള കോശങ്ങളും നശിച്ചു. അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെന്റ് പറഞ്ഞു. അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയോടെ കിടന്നു. പിന്നെ ഈ അപ്പച്ചിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് മാവേലിക്കര പോവാന്ന് പറഞ്ഞാൽ അപ്പച്ചിക്ക് ഈ വീട് പോയി നിൽക്കൂല. കായംകുളത്തൊക്കെ നമ്മൾ ചില സമയത്ത് വെക്കേഷൻ നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം എല്ലാരും കൂടെ പോകും. അവിടെ ചെന്ന് ഒരു ദിവസം കഴിയും, ഒരു രാത്രി കിടക്കുമ്പോ തന്നെ അപ്പച്ചി പറയും പോവാം. ഇഷ്ടമില്ലാതെ ഈ വീട് വിട്ട് പിന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് ടൂറൊക്കെ പോവാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ പോകുന്ന അല്ലാതെ ഈ വീട് വിട്ടെങ്ങും പോകുന്ന അവൾക്ക് ഇഷ്ടമായിരുന്നു. അവിടെ പിന്നെ നിൽക്കാൻ ഒട്ടും ഇല്ലെങ്കിൽ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന ശേഷവും അപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, നമ്മൾ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് റെഫർ ചെയ്യണം, കാര്യം നമുക്ക് സ്ഥിരം വരാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മൾ കിംസിലേക്ക് റെഫർ ചെയ്യുന്നത്. പിന്നെ അമ്മയിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നു, കാര്യം പെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇൻഷുറൻസിന്റെ കവറേജ് ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ നല്ല രീതിയിൽ നമുക്ക് അവരുടെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ സംഘടനയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ. പക്ഷെ ഡോക്ടർ അപ്പോഴേ പറഞ്ഞു ഇതിന് യാതൊരു ഏറ്റവും ബെറ്റർ ചികിത്സയാണ് കൊടുത്തത്. അവിടുത്തെ ഏറ്റവും ബെറ്റർ ഡോക്ടറാണ് ശ്യാംലാൽ. അദ്ദേഹത്തെയാണ് കാണിച്ചത്. പക്ഷെ ഒരു റിക്കവറി ഉണ്ടാവണേ ദൈവം വിചാരിക്കണം. കാരണം മാറ്റങ്ങൾ വരണമെങ്കിൽ ദൈവം വിചാരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു. കാരണം ഇത് കോശങ്ങൾ കുറെ എല്ലാം പോയി.
ഇത് വർഷങ്ങളായിട്ടൊരു ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല, ആയിരിക്കൂല. കുറെ വർഷങ്ങളായിട്ട് ഇതില്. പിന്നെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം അപ്പച്ചി ഭയങ്കര പരാജയമായിരുന്നു. ഒരുപാട് തിക്ത അനുഭവങ്ങൾ അപ്പച്ചി അനുഭവിച്ച വേദനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആൾക്കാർ പറയുന്നതല്ല, ഈ ജനങ്ങൾ പറയുന്നതല്ല സത്യം. ശരിക്കും ലൈവായിട്ട് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളത് ഞാനും അപ്പച്ചിയാണ്. കാര്യം ഞാൻ അവരെ കൂടെ വന്ന ടൈം മുതൽ മാമൻ എന്താണെന്നുള്ളതും അദ്ദേഹം എങ്ങനെയാണ് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ അപ്പച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മാനസിക സമ്മർദ്ദം ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒറ്റ ഇത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഉണ്ടാവുന്നതാണ് ഡോക്ടർ അപ്പച്ചിക്ക് ഉണ്ടായ. എല്ലാവർക്കും മാനസിക സംഘർഷം അല്ല അതിനും അത്രയും എന്നാ പോലും അദ്ദേഹം മരിച്ചല്ലോ അല്ലെ. ആ മരിച്ചു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് അതിലൊരു വിഷമം ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അസുഖത്തിന്റെ ആരംഭമാണ്, അത് ബാധിച്ചിട്ടില്ല ചേച്ചിനെ. ഞാനും എൻ്റെ ചേച്ചി എൻ്റെ അനിയത്തി ഞങ്ങൾ 3 പേരായിരുന്നു നല്ല അറ്റാച്ച്മെന്റ്. പക്ഷെ അവള് മരിച്ചപ്പോ ഇവക്ക് അങ്ങനെ ഒരു മരിച്ചുപോയി എന്നുള്ളൊരു ഫീലിങ്സും ഇല്ലായിരുന്നു. ചേച്ചി മരിച്ചിട്ട് അതെല്ലേ, അതില്ല ഒരു വിഷമോ ഒന്നും ഇല്ലായിരുന്നു. അത് ഉള്ളിലോട്ട് മനസ്സിലായിട്ടില്ലായിരിക്കും. മനസ്സിലായിട്ടില്ല മരിച്ചുപോയി എന്നുള്ള ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ആദ്യമോൾക്ക് എന്താ ഓർമ്മയുള്ളേ? അപ്പച്ചി എന്നാണോ വിളിക്കണേ? എന്താ ഓർമ്മയുള്ളേ? അപ്പച്ചി എങ്ങനെയായിരുന്നു? ആണോ? കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടായിരുന്നോ? എവിടെയെങ്കിലും ഷൂട്ടിങ്ങിന് പോയിട്ട് വരുമ്പോ കുഞ്ഞിന് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ ഗുരുവായൂരൊക്കെ ഷൂട്ടിങ്ങിന് പോകണമെങ്കിൽ കുഞ്ഞിന് വള മാല ഉള്ളതെല്ലാം. അവസാനം അപ്പച്ചി മരിച്ച് ശ്വാസം പോകുന്നത് കാണുന്നത് ഇവളാണ് വന്ന് വിളിച്ച് പറയുന്നത് അപ്പച്ചിക്ക് അനക്കമില്ലെന്ന്. മോളാണ് കുഞ്ഞിനെ എന്തിനാ വഴക്ക് പറയുന്നത്, കുഞ്ഞിനോട് എന്തിനാ ദേഷ്യം? ഞാൻ ചിലപ്പോ ആദ്യം വിളിക്കുന്നതായിരിക്കും. അപ്പൊ എന്നോട് നീ എന്തിനാ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത്, കുഞ്ഞിനെ ഇങ്ങനെ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലേ. ഞങ്ങൾ അന്ന് വന്നപ്പോഴും അപ്പച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നത് മോളും ചേച്ചിയാണ്. അപ്പച്ചി മരിച്ചപ്പോ മോനാ ഉണ്ടായതല്ലേ അടുത്ത്. അപ്പച്ചി അനങ്ങുന്നില്ല എന്ന് ഇവളാണ് പറഞ്ഞത്. പക്ഷെ കണ്ടത് നമ്മള് പുറത്തായിരുന്നു ശ്വാസം പോകുന്ന സമയത്ത്. ഞാനും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, കാരണം പിന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടറെ നമ്മൾ വിളിച്ചിരുന്നു. ഡോക്ടർ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്ന് അദ്ദേഹമാണ് വന്ന് മരണം സ്ഥിരീകരിച്ചു. ആണല്ലേ. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അയാളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇമോഷണൽ ആയി പോയ ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ട് നമ്മൾ ഈ ഒരു മെമ്മറി ചെയ്തതിൽ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. കാരണം അപ്പച്ചിയുടെ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റിയത് ഈ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ വന്നതിലും ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റിയതിലും ഇത് ജനങ്ങളിൽ എത്തുന്നതിലും ഞങ്ങൾക്ക് ഒരു അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും. ഇതുവരെ ആരും അങ്ങനെ ഇതിനായിട്ടൊന്നും ആരും വന്നതുമില്ല, നേർക്കാഴ്ചകളിലേക്ക് ആരും കടന്നു വന്നതുമില്ല. ഇതിൽ വന്നതിലും ഇത് ജനങ്ങളിൽ എത്തുന്നതിലും ഒരുപാട് ഞങ്ങളെ കുടുംബത്തിന്റെ ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്ക് ഇത് ചേച്ചീനെ, കാരണം ചേച്ചിയുടെ ഓരോ സിനിമകളിലെ ഓരോ സീൻസ് നമ്മൾ ഇന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പല സീനുകളും ചിലതൊക്കെ ജഗതിച്ചേട്ടൻ്റെ ഒപ്പം ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ട് ചിരിക്കും അല്ലേ. നമ്മൾ കണ്ട് ചിരിക്കുന്ന സീൻസ് ഉണ്ട് അതിനകത്ത്, ചിലതിലൊക്കെ വില്ലത്തിയായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരാളെയാണ് നമുക്ക് നേരിട്ട് പരിചയപ്പെടുമ്പോൾ നേരിട്ട് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അന്ന് വന്ന് പോയിട്ട് പിന്നീട് ചേച്ചിയുടെ ഓർമ്മകളായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റു ചാനലുകളിലൊക്കെ അവർ കേട്ടത് വെച്ചൊക്കെ ഒരുപാട് ന്യൂസസ് വരുമ്പോൾ അങ്ങനെയല്ലെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാട് ഒത്തിരി സ്നേഹത്തോടു കൂടി കനകലയ ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.